ചില വീട്ടുകാരുടെയൊക്കെ പരാതിയാണ് അവരുടെ മക്കൾ ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ ബേക്കറി ഐറ്റവും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. എന്തിനു പറയുന്നു, നമ്മൾ നല്ല വില കൊടുത്തിട്ട് ബദാമും നട്ട്സും ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ പോലും കഴിക്കത്തില്ലെന്ന് പരാതി പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളോട് എനിക്കൊരു അഭിപ്രായമാണ്, ഈ ഒരു രീതിയിലൊക്കെ ഹെൽത്തി ആയിട്ട് നമ്മളിതൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തോടെ കഴിച്ചോളും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഇഷ്ടത്തോടെ കഴിക്കാം. ഇത്തിരി ഒരു മധുരം ഉണ്ടെന്നേ ഉള്ളൂ. ഈ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബദാമൊക്കെ തന്നെ ഇങ്ങനെ കഴിക്കാനൊന്നും അധികം താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. അതായത് ഒരു ബദാം സ്നാക്ക്. ആ ഒരു ബദാം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലക്ക് 1/2 കിലോ ബദാം ഇതുപോലക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലക്ക് 1 കപ്പ് നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ, അത് ഇതുപോലക്ക് കഴുകി ഉണക്കിയത് ഇതുപോലക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ വേണം. ഇത് ഇത്ര ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ട് നമുക്ക് ആ എള്ളുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് വറുത്ത് നമുക്കെടുക്കാം. എള്ള് ഇതുപോലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മാറ്റി വേറൊരു നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതിലോട്ടൊന്ന് നിരത്തി ഒന്നിട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ആ ഒരു ബദാം ഉണ്ടല്ലോ അതും ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ബദാം ഒന്ന് നല്ലതായിട്ടും ചൂടായിട്ട് ഒന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, അതുപോലെ ഒരു പൊട്ടൽ സൗണ്ട് കേൾക്കുന്നുണ്ടേ. നമുക്കിനിയും ആ ഒരു ശർക്കര ഉണ്ടല്ലോ, ശർക്കര എടുത്തത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയമൊക്കെ തീ നല്ലതായിട്ട് കുറച്ച് വെക്കണം. മൊത്തത്തിൽ ഇതിലെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം. ഇത് ചെറുകെ നമ്മുടെ ശർക്കര ഒന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ നല്ലതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ബട്ടർ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര എല്ലാം ഇതുപോലൊന്ന് ഉരുകി ഈ ഒരു പരുവത്തിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേഗം നമ്മുടെ ആ ഒരു എള്ളും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കണം. ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ നമുക്ക് വേഗം സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിതുപോലൊരു ബട്ടർ പേപ്പറിനകത്തോട്ട് നമ്മുടെ എള്ളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടാണ്, ചൂടിലോട്ട് കൊണ്ടുവന്ന് കൈയിടരുത്. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലായിടത്തും ആയിക്കോളും, സ്പ്രെഡ് ആയിക്കോളും. എന്നിട്ടൊന്ന് നിരത്തി വെച്ച് ഇതൊന്ന് തണുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു കുപ്പിക്കകത്തോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് വെക്കാം. ഒരു സ്പൂണോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. പക്ഷേ എള്ളും ആ ഒരു ശർക്കര എല്ലായിടത്തും എത്തുന്ന രീതിയിലായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സ്വീറ്റ് റെസിപ്പി. അതായത് കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ബദാമൊക്കെ ഇങ്ങനെ തന്നെ
നമ്മുടെ റോ ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പാടാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത്തിരി ഒരു മധുരവും ഇത്തിരി ഒരു എള്ളറിയാമല്ലോ, നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പം നല്ല ഗുണമുള്ള എള്ളും അതുപോലെ തന്നെ ബദാമും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഈ ബേക്കറിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊരു സ്നാക്ക് ഒന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.